എന്റെയോ ദൈവത്തിന്റെയോ നിയമങ്ങൾ മനുഷ്യൻ മാറ്റുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവൻ തന്നെ പൂർണ്ണമായി എന്നിൽ നിന്നകറ്റുന്നു എന്നതാണ്. കാരണം ദൈവം ഒരിക്കലും തന്റെ നിയമങ്ങൾ മാറ്റുന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും സാത്താന്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ദൈവം നന്മയിൽ സ്ഥിരചിത്തനായിരിക്കുന്നതുപോലെ സാത്താൻ തിന്മ പ്രവർത്തിക്കുന്നതിലും സ്ഥിരചിത്തനാണ്. അലറുന്ന സിംഹത്തെപ്പോലെ സാത്താൻ നിങ്ങളുടെ ചുറ്റും കറങ്ങി നടക്കുന്നു. നിങ്ങളെ അവന്റെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോകാനായി അവൻ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നു. സാത്താൻ വഞ്ചനാപരമായി പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിലാണ്. സാത്താന് വാക്കുകൾ ആവശ്യമില്ല. എന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്നതുപോലെ തന്നെ അവന്റെ നോട്ടവും നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറും. ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യഹൃദയങ്ങളിലെ സ്നേഹമാണ്, എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതോ ജഡമോഹങ്ങളും. അവയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നെ നശിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ശ്രമിച്ചതിനു ശേഷം അവൻ എൻ്റെ സഭയെ ലക്ഷ്യം വയ്ക്കുന്നു. അവൻ അവൾക്ക് ഇരുണ്ട കാലങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയെ നശിപ്പിക്കുന്നതിൽ വിജയം വരിക്കാനാണ്. സാത്താൻ ഇപ്പോൾ ആക്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയെയാണ്. സുഖത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും അറിവിന്റെയും അഹങ്കാരത്തിന്റെയും സ്വയം ദൈവമാകാമെന്നുള്ള ദൈവദൂഷണപരമായ പ്രതീക്ഷയുടെയും പഴം അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകസുഖങ്ങൾ ഹേതുവായി നിങ്ങൾ കാമാസക്തിയാൽ ദഹിക്കുന്ന മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നു. വെറുപ്പുളവാക്കുന്ന വിധത്തിൽ, അരോചകമായ വിധത്തിൽ ഈ ലോകത്തിൽ തന്നെ ശിക്ഷാവിധിക്കടിപ്പെട്ട് ജഡത്തിന്റെ രോഗവും ആത്മാവിന്റെ മരണവും നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. അറിവിനു വേണ്ടിയുള്ള അത്യാഗ്രഹം നിങ്ങളെ വഞ്ചകന്റെ കൈകളിൽ തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നു.